السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. أحمدك ربي وأستعينك وأصلي وأسلم على خير خلقك سيدنا محمد صلى الله عليه وعلى آله وصحبه أجمعين وبعد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹദായ ഫള് കൊണ്ട് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെയും നമ്മുടെ അഹ്ലുകാരെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട ധാരാളം ആളുകൾ അല്ലാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽപ്പെട്ട് നമ്മുടെ മഹലിൽ താമസിക്കുന്ന തസ്ലീം എന്ന സഹോദരൻ മരണപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സബ്ർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവരോടൊത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂടാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൽ ഇസ്ലാമു യഅലു വലാ യുഅലാ അലൈഹി. പരിശുദ്ധ ഇസ്ലാം ഭൗതികമായ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും ഇസ്ലാം ഉയർന്നു തന്നെ ഇരിക്കും. അതിനെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. നമ്മുടെ ഈ സൊഫുകൾക്കിടയിൽ മുമ്പിൽ ഒഴിവ് കാണുന്നുണ്ടെങ്കിൽ കയറിയിരിക്കണം. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് സൊഫ് ശരിപ്പെടുത്താൻ സമയം കൂടുതൽ എടുക്കരുത്. അപ്പം പിറകിലുള്ള ആളുകൾക്ക് മുമ്പിൽ അതിന് വിടവ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് മുമ്പിലേക്ക് കയറിയിരിക്കണമെന്ന് അറിയിക്കുക. പരിശുദ്ധ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മുടെ ജീവിതവും നമ്മുടെ ശീലങ്ങളും നമ്മുടെ ചിട്ടകളും മാത്രമല്ല, ഇസ്ലാം സംശുദ്ധമായ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ആശയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ആശയമാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, ലാ വലാ തഹിനു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ നിന്ദ്യരാണ് എന്ന് കരുതേണ്ടതില്ല, നിങ്ങൾ ഉന്നതരാണ് ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദൃഢമായ ഈമാൻ ഖൽബിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതർ. പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയം, ഒരു ഭീതി വന്നപ്പോൾ മൂസാ നബിയോട് അല്ലാഹു പറയുന്നുണ്ട്, ഖുൽനാ ലാ തഖഫ് ഇന്നക അൻതൽ അഅല. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങളാണ് ഉന്നതർ. ഈമാനിന്റെ കൈ മുതൽ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ആളുകൾ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളായി നിയോഗിക്കപ്പെട്ട് ആ പ്രാതിനിധ്യത്തെ കൃത്യമായി വിനിയോഗിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങളാണ് ഉന്നതർ. നിങ്ങൾ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ പുതിയ കാലത്ത് കഴിഞ്ഞ ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെയായി നമ്മൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിമായതിൻ്റെ പേരിൽ, ഇസ്ലാമിൻ്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന വാർത്തകളാണ്. മുസ്ലിമായി എന്ന കാരണത്താൽ വേട്ടയാടപ്പെടുന്ന വാർത്തകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. നന്മയുടെയും മാതൃകയുടെയും ധർമ്മത്തിൻ്റെയും ഒക്കെ വഴികൾ പറഞ്ഞു കൊടുക്കേണ്ട കലാലയങ്ങളിൽ മതത്തിൻ്റെ പേരിൽ ആളുകൾ വർഗീകരിക്കപ്പെടുകയാണ്. കുട്ടികൾ മതത്തിൻ്റെ പേരിൽ മുഖത്തടിയേൽക്കേണ്ടി വരികയാണ്. ഇന്ത്യയിലാണ് ഒരു കുഞ്ഞിന് ഉന്നത മാർക്ക് കിട്ടിയ കുട്ടി മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ ആദരിക്കപ്പെടാതെ അപരവൽക്കരിക്കപ്പെടുന്നത്. മുഅ്മിനീങ്ങൾക്ക് വേദനയുണ്ടാകും, മനുഷ്യ സ്നേഹികൾക്ക് വേദനയുണ്ടാകും. നമ്മുടെ വേദനയിൽ, ആ വേദനയിൽ ഈ രാജ്യത്തിൻ്റെ വേദനയാണ്, അതൊരു വിശ്വാസിയുടെ വേദനയല്ല. രാജ്യം മാത്രമല്ല, ലോകത്തുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ അതിനെ വളരെ ഗൗരവത്തോടു കൂടി പരിഗണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടത് ആ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു പത്രപ്രവർത്തകനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്ന കാഴ്ചയാണ്. ഇങ്ങനെയുള്ള വേദനയുടെ വർത്തമാനങ്ങൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരം വാർത്തകൾ നിർമ്മിക്കപ്പെടുക എന്നത് തന്നെ നമ്മുടെ മനസ്സിൻ്റെ വീര്യം തകർക്കാനുള്ള ആയുധമായി പലരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്ത് അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തകർച്ച ഉണ്ടാക്കിയിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ തകർച്ചയെ സാധ്യമാക്കിയത്
മുസ്ലിം സമൂഹത്തിന്റെ ആന്തരികമായ ഗുണങ്ങളെ നശിപ്പിച്ച് കളഞ്ഞ് വീര്യം കളഞ്ഞുകൊണ്ടാണ്. ആന്തരികമായ ഗുണങ്ങളെ മുസ്ലിമീങ്ങൾക്ക് അവശേഷിക്കുന്ന കാലത്തോളം അംഗബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ അല്ല, ആന്തരിക ബലം കൊണ്ട് നമുക്ക് കീഴ്പ്പെടുത്താൻ, അതിജയിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട്. കാരണം ഈമാനിന്റെ ഖുവ്വത്തിനേക്കാൾ വലിയ ആയുധബലമൊന്നും ലോകത്ത് കണ്ടെത്തിയിട്ടില്ല ഇന്ന് വരെ. എല്ലായിടത്തും അങ്ങനെയാണ്. മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിലേക്ക് അവരുടെ ആത്മീയമായ വീര്യത്തെ ചോർത്തിക്കളയാനുള്ള ചില കീടനാശിനികൾ ഉപയോഗപ്പെടുത്തി മുഅ്മിനിന്റെ വീര്യം കളയുമ്പോഴാണ് നമുക്ക് പരാജയം നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള വേദനയുടെ വർത്തമാനങ്ങളിൽ പതറിപ്പോകേണ്ടവരല്ല നമ്മൾ. എല്ലായിടത്തും എൻ്റെ കയ്യിൽ ഇസ്ലാം ഉണ്ടെങ്കിൽ ആ ഇസ്ലാം എന്നെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. പ്രായമായ ആളുകൾ രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, എൻ്റെ മകനൊന്ന് വന്നിരുന്നെങ്കിൽ, ആ മകൻ്റെ മടിയിൽ വെച്ച് തലവെച്ച് കിടക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കളെല്ലാവരും പരിസരത്തുണ്ടാകുമ്പോൾ, ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളുടെയും മധ്യത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ചില ആളുകൾ പറയും, എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞല്ലോ എന്ന് പറയാറുണ്ട്. അങ്ങനെ സ്വന്തം കുഞ്ഞിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സമയത്ത് ലഭിക്കുന്ന ഒരു ആശ്വാസം അതിനേക്കാൾ വലിയ ആശ്വാസമാണ്. പ്രതിസന്ധികൾ നമ്മുടെ നാല് ഭാഗത്തു നിന്നും വരിഞ്ഞു മുറുക്കുമ്പോൾ ഞാൻ പരിശുദ്ധ ഇസ്ലാമിന്റെ വൃത്തത്തിനകത്ത് സുരക്ഷിതമായി ജീവിക്കുന്നു എന്നത്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന കരുത്തും കാവലുമാണത്. അത് കൽബിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. മനുഷ്യർ പക്ഷേ ജസദിന്റെ റാഹത്ത് മാത്രമാണ്, തടിയുടെ റാഹത്ത് മാത്രമാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്, പരിശോധിക്കാറുള്ളത്. റൂഹിന്റെ റാഹത്തിനെ കുറിച്ച് നമുക്ക് ആലോചനകൾ ഉണ്ടാകാറില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് എന്തെങ്കിലും വേദന വന്നാൽ അവർ ക്ഷമിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ സന്തോഷമുണ്ട്. ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എല്ലാം അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്. ചിലത് നേരത്തെ മടങ്ങിപ്പോകുമെന്നേ ഉള്ളൂ. ഞാനും മടങ്ങും, നമ്മളും മടങ്ങും, എല്ലാം മടങ്ങും. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് അല്ലാഹുവിന്റെ റഹ്മത്തുള്ളത്, ക്ഷമിക്കുന്ന ആളുകൾക്ക്. വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിന്റെ മാർഗം ലഭിക്കുന്നവർ. ക്ഷമയുടെ മനസ്സിൽ ക്ഷമയെ കൊണ്ട് നടക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് ഹിദായത്തിന്റെ മാർഗം. എന്തുകൊണ്ടാണ് അത്? ഹിദായത്തിന്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ക്ഷമയുടെ പ്രതീകങ്ങൾ ഉണ്ടാവുക എന്നത്. മുഅ്മിനീങ്ങൾക്കല്ലാതെ പ്രതിസന്ധിയിൽ ക്ഷമിക്കാൻ കഴിയില്ല. മുഅ്മിനീങ്ങൾക്കല്ലാതെ ക്ഷമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ക്ഷമിക്കുന്നു എന്ന് ചോദിച്ചാൽ, അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമല്ലാതെ ക്ഷമിക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ ഒരു കാരണവുമില്ല. എല്ലാവരും അനുഗ്രഹങ്ങളിൽ, ഞാൻ മാത്രം ബുദ്ധിമുട്ടിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നീ എന്തിന് ക്ഷമിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഞാൻ മുഅ്മിനായി എന്ന കാരണം കൊണ്ടല്ലാതെ മറ്റൊരു കാരണവും അതിൻ്റെ പിറകിലില്ല. അങ്ങനെ ക്ഷമിക്കാൻ ഹൃദയത്തിന്, റൂഹിന് സമാധാനം കൊടുക്കാൻ കഴിയണം. ശരീരത്തിന്റെ സമാധാനമാണ് ഭക്ഷണങ്ങൾ, ആരോഗ്യങ്ങൾ. റൂഹിന്റെ സമാധാനമാണ് സ്വബറും തഖ്വയുമാണ് റൂഹിന്റെ സമാധാനം. നമ്മുടെ നാട്ടിലൊക്കെ ആരോഗ്യം പരിപാലിക്കുന്ന ആളുകളെ കാണാം. രാജ്യത്ത് സ്പോർട്സ് മീറ്റുകളിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകളെ നമുക്ക് കാണാം. നമ്മൾ കഴിക്കുന്ന സുഭിക്ഷമായ ഭക്ഷണം അവർ കഴിക്കാറില്ല. മിതമായ ഭക്ഷണം, ഒരുപക്ഷെ വായക്ക് രുചിയില്ലാത്ത ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. പക്ഷെ അവർ നോക്കുന്നത് പേശിയുടെ ബലത്തെക്കുറിച്ചാണ്, ആരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ പക്ഷേ നാവിൻ്റെ രുചി മാത്രമാണ് നമ്മൾ നോക്കാറുള്ളത്. ഇതുപോലെയാണ് ദുനിയാവിലെ ഭൗതിക സാഹചര്യങ്ങളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, നാവിൻ്റെ രുചിയെ മാത്രം കരുതിയിട്ട് ഭക്ഷണം കഴിക്കുന്നവരെ പോലെയാണ്. നാവിനൊരു പക്ഷേ 5 മിനിറ്റിന്റെ രുചിയുണ്ടായെന്ന് വരാം. ആ രുചിക്ക് നമ്മൾ പകരം കൊടുക്കേണ്ടി വരുന്നത് നിത്യരോഗങ്ങളായിരിക്കും, അൾസറായിരിക്കും, മറ്റു ബുദ്ധിമുട്ടുകളായിരിക്കും. ആ ജീവനാന്തം നമ്മുടെ ശരീരത്തിന്റെ അകത്ത് റാഹത്ത് വേണമെന്ന താല്പര്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവനാണ് ബുദ്ധിമാൻ. ശരീരത്തിൽ ബോഡി ബിൽഡർമാരായ ആളുകൾ ഭക്ഷണത്തെ ക്രമീകരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അവരോട് നീ എന്തൊരു വിഡ്ഢിയാണെന്ന് നമ്മൾ ചോദിക്കാറില്ല. സുഭിക്ഷമായ ഭക്ഷണത്തിന്റെ തളിക മുമ്പിലിരിക്കുമ്പോൾ അത് കഴിക്കാത്തവരെ കുറിച്ച് നീ വിഡ്ഢിയാണല്ലോ എന്ന് പറയാറില്ല. അവനാണ് ബുദ്ധിമാൻ, ശരീരത്തെ സംരക്ഷിക്കുന്നവൻ. ഇതുപോലെയാണ് മുഅ്മിൻ. ഈ ഭൗതിക ലോകത്തിന്റെ സാഹചര്യങ്ങളുടെ കൂടെ സഞ്ചരിക്കാതെ അതിനോട് എതിരെ സഞ്ചരിച്ചുകൊണ്ട് സ്വബറോടെ, തഖ്വയോടെ, ക്ഷമയോടെ പ്രതിസന്ധികൾ അതിജയിക്കാനുള്ള ആന്തരിക ഉൾക്കരുത്തോടുകൂടി ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. അവനാണ് യഥാർത്ഥ ശക്തിമാൻ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ വഴിയോരത്ത് ഒരു മനുഷ്യൻ, ഇങ്ങനെ ദുർബലനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട്.
അയാളുടെ കൈകാലുകൾ രണ്ടും നാലും ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. കൈകാലുകൾ ഛേദിക്കപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണാൻ കഴിയുന്നില്ല. ശരീരത്തിന്റെ തൊലികൾ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. ദുർബലപ്പെട്ടു പോയ ശരീരമാണ്. വഴിയിലൂടെ പോകുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ വായിലേക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ട് വഴിയരികിൽ ഇരിക്കുന്ന മനുഷ്യന്റെ അരികിലൂടെ പോകുമ്പോഴാണ് ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അൽഹംദുലില്ലാഹി അലാ നിഅമഹിൽ അദീമ വഅതായാഹുൽ ജസീമ. അല്ലാഹുവേ, നിനക്കാണ് വലിയ ഹംദ്. എത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് നൽകിയത്. വഅതായാഹുൽ ജസീമ, എനിക്ക് നിർണയിക്കാൻ കഴിയാത്ത എന്തൊക്കെ ദാനങ്ങളാണ് എനിക്ക് നൽകിയത്. ആരാ പറയുന്നത്? കൈകാലുകൾ ഛേദിക്കപ്പെട്ട് ദുർബലനായി വഴിയോരത്തിരിക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കി, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെന്നു, സലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വാക്കെന്താണ്? അൽഹംദുലില്ലാഹി അലാ നിഅമിഹിൽ അദീമ വഅതായാഹുൽ ജസീമ. ഏറ്റവും മൂല്യമായ നിഅമത്തുകൾ നൽകിയ അല്ലാഹുവേ, നിനക്കാണ് സർവ്വ ഹംദും എന്ന വാക്കാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, നിന്റെ കൈകാലുകൾ എവിടെ പോയി? നീ എന്താണ്, നിനക്ക് എന്ത് നിഅമത്താ കിട്ടിയത്? നിന്റെ കൈകാലുകൾ എവിടെ പോയി? അയാൾ പറഞ്ഞു, എൻ്റെ കൈകാലുകൾ നാലും ഛേദിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ കൈകളില്ല, എനിക്ക് കാലുകളില്ല. നിന്റെ ശരീരത്തിന്റെ തൊലികൾക്ക് എന്താ പറ്റിയത്? അത് ജുദാമ് പിടിച്ച്, വെള്ളപ്പാണ്ട് പിടിച്ച്, കുഷ്ഠരോഗം പിടിച്ച് ദുർബലപ്പെട്ടു പോയിരിക്കുന്നു, പൊടിഞ്ഞു പോയിരിക്കുന്നു. നിന്റെ കണ്ണിന് എന്താ പറ്റിയത്? അത് കുഫ, എൻ്റെ 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിനക്ക് എവിടെയാണ് വീട്? എവിടെയാണ് മസ്കൻ? എവിടെയാണ് വാസസ്ഥലം? എവിടെയാണ്? അയാൾ പറയുന്നു, നീ കാണുന്ന ഈ ഖാരിയത്തു ത്വരീഖില്ലേ, ഈ വഴിയോരം, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ വാസസ്ഥലം. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിക്കുന്നത്, ആരാണ് നിനക്ക് ഭക്ഷണം നൽകുന്നത്? മിൻ ഐന തഅകുൽ, നിനക്ക് എവിടുന്നാ ഭക്ഷണം? അപ്പൊ പറഞ്ഞു, മിനർ റിസ്ഖില്ലദീ യസൂഖുഹു അല്ലാഹു ലി അലാ ഐദി ഖൽഖി, എനിക്ക് അല്ലാഹുവിന്റെ അടിമകളുടെ കൈകളിലൂടെ അവൻ തരുന്ന ഭക്ഷണം മാത്രമാണ് എൻ്റെ മന്നം. ഇതൊക്കെ കേട്ടപ്പോഴാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ചോദിക്കുന്നത്, പിന്നെ നിനക്ക് എന്ത് നിഅമത്ത് കിട്ടി എന്നാണ് നീ പറയുന്നത്? എന്ത് നിഅമത്താണ് നിന്റെ കയ്യിൽ അവശേഷിച്ചത്? ആ മനുഷ്യൻ പറഞ്ഞ വാക്യതാണ്, അലം യുബ്ഖിലി ലിസാനൻ ദാകിറൻ വഖൽബൻ ശാകിറാ. അല്ലാഹു എനിക്ക് ദിക്ർ ചൊല്ലുന്ന ഒരു നാവ് അവിടെ ബാക്കി വെച്ചില്ലേ, എന്നെ ശുക്റുള്ള ഒരു ഖൽബ് അവിടെ ബാക്കി വെച്ചില്ലേ? അതിനേക്കാൾ വലിയ എന്തു നിഅമത്താണ് എനിക്ക് വേണ്ടത്? ഇതിനേക്കാൾ വലിയ കരുത്തൊന്നും എനിക്ക് ലഭിക്കാനില്ല. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ആളുകൾ എന്നെ ദുർബലനായി കണക്കാക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ബലമുള്ള ഖൽബുണ്ട്, ശുക്റുള്ള ഖൽബുണ്ട്. എനിക്ക് അല്ലാഹു ദിക്ർ ചൊല്ലുന്ന ഒരു നാവും നൽകിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ നിഅമത്ത് എന്താണ് ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടത്? അപ്പോഴാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നത്, ബലാ, ഇതിനേക്കാൾ വലിയൊരു നിഅമത്തിന് ഒരു മനുഷ്യന് നൽകാനില്ല. ഇതിനെ നിഅമത്തായിട്ട് ഖൽബിൽ ഉൾക്കൊള്ളാത്ത ആളുകൾക്കാണ് പ്രതിസന്ധികളിൽ വേദനകൾ വരുന്നത്. കൈകാലുകൾക്ക് ചെറിയ വേദനകൾ വരുമ്പോഴേക്ക് അള്ളാഹുവിനെ മറന്നു പോകുന്നത്. ലോകത്ത് വേദനകളില്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം സാധ്യമായിട്ടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനത്തിന്റെ ചെറിയ പങ്കെങ്കിലും സ്വീകരിക്കാതെ എനിക്ക് വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് വല്ല പ്രതീക്ഷയുമുണ്ടോ? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ മറുപടി കണ്ടെത്തേണ്ടത് നമ്മുടെ ആന്തരികമായ ശേഷികളെ ബലപ്പെടുത്തുന്നതിലാണ്. മുഅ്മിനിന്റെ കരുത്ത് എവിടെയാണ്? നമ്മളൊക്കെ ഭൗതികമായ സൗകര്യങ്ങൾ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് വേണമെന്ന് വാശി പിടിക്കുമ്പോഴും നമ്മളെ തയ്യാറാക്കാൻ സന്നദ്ധരാണ്, തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഭൗതിക സൗകര്യങ്ങളുടെ മേലാപ്പിന് താഴെ മുഅ്മിനീങ്ങൾ അശ്രദ്ധരാണ്, മുസ്ലിമീങ്ങളായ ആളുകൾ അശ്രദ്ധരാണ്. കാരണം അവൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ വീര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ വീര്യം എന്താണ്? അവന് നല്ല AC ക്ലാസ് റൂം ഉണ്ടാവലാണോ? മികച്ച അധ്യാപകരുണ്ടാവലാണോ? നല്ല സിലബസ് ഉണ്ടാവലാണോ? അല്ല, ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്ന ബോധ്യം അവൻ്റെ ഉള്ളിൽ രൂഢമൂലമാവലാണ്. എവിടെയും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അടിമകളായി ജീവിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്, മുഅ്മിനിന്റെ ഖൽബിൽ ഉണ്ടാകേണ്ടത്, അള്ളാഹുവിൻ്റെ അടിമയായി ഹിദായത്തിൻ്റെ ബലത്തിൽ ഞാൻ ജീവിക്കുന്നു എന്നതാണ്.
അതിന് ആ ഒരു പ്രതിരോധം നമുക്ക് സാധ്യമാകണമെങ്കിൽ ഹൃദയത്തിൽ ശുക്ർ വേണം, ലിസാനിൽ ദിക്ർ വേണം. ആ ലിസാനിന്റെ ദിക്ർ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അസ്മാഉൽ ഹുസ്നയേക്കാൾ ബലമുള്ള മറ്റൊരു ദിക്ർ ഒരു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അസ്മാഉൽ ഹുസ്നയുടെ ഓരോ വാക്കുകളും യാ സത്താർ എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അല്ലാഹുവേ, നീയല്ലാതെ ന്യൂനതകളെ മറച്ചു വെക്കുന്നവൻ, പ്രയാസങ്ങളെ മറച്ചുവെക്ക് നീയല്ലാതെ ഒരാളില്ല എന്ന് അള്ളാഹുവിനോട് ഞാൻ ഇങ്ങനെ നേരിട്ട് മുഖദാവിൽ പറയുകയാണ് എന്ന പോലെയുള്ള പരാമർശമാണ്. യാ ലത്തീഫ്, അള്ളാഹുവേ നീയാണ് ലുത്തുഫ് നൽകുന്നവൻ, മാർദ്ധവം നൽകുന്നവൻ. ഞെരുക്കങ്ങൾക്ക് ലുത്തുഫ് നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. അല്ലാഹുവേ, നീ എനിക്ക് സഹായം നൽകണം, നിനക്ക് ദിക്റ് ചൊല്ലാൻ, നിനക്ക് ശുക്ർ ചെയ്യാൻ, നിനക്ക് ത്വാഅത്ത് ചെയ്യാൻ എന്നെ സഹായിക്കണം. നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴും ഹസ്ബി അല്ലാഹ് ഹസ്ബി അല്ലാഹ്, അല്ലാഹു എനിക്ക് മതി, അല്ലാഹു എൻ്റെ കൂടെയുണ്ട് എന്ന തണലിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു മുഅ്മിനിന് ഒരാൾക്കും ഈ ലോകത്ത് അയാളെ തളർത്താൻ കഴിയില്ല, അയാൾ പതറിപ്പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ കഴുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും അവർ പതറിയിട്ടില്ല. അവരുടെ ശരീരം രണ്ടായി ഛേദിക്കപ്പെടുന്ന ഘട്ടത്തിൽ പോലും അവർക്ക് വേദനകൾ വന്നിട്ടില്ല. അവരുടെ ജീവിതത്തിൽ ആകെയുണ്ടായിരുന്ന കരുത്തും കാതലും ഈ കരുത്തുറ്റ ഈമാൻ മാത്രമാണ്. ആ ഈമാൻ ചോർന്നു പോകുന്ന നിരവധി ഘടകങ്ങൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കുമ്പോൾ നമുക്ക് ഈമാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനറേറ്റർ നമ്മുടെ ചുറ്റുഭാഗത്ത് കാണുന്നില്ല. എല്ലാം നമുക്ക് നിരാശകൾ സമ്മാനിക്കുന്നതാണ്, അല്ലെങ്കിൽ ദുനിയാവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഈമാനിൻ്റെ ജനറേറ്റർ ഘടിപ്പിക്കാൻ ദിക്റിലൂടെ, സ്വന്തമായ ദിക്റിലൂടെ, സ്വന്തമായ ശുക്രിലൂടെ, സുജൂദിലൂടെ, സുന്നത്തുകളിലൂടെ മാത്രമേ കഴിയൂ. സുന്നത്തുകൾ പതിവാക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും മികച്ച വേലിക്കെട്ടുകളാണ്. സുന്നത്തുകൾ പതിവാക്കാതിരുന്നാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറിൽ നമ്മുടെ ഈമാനിന് റീചാർജ് ചെയ്യാൻ ആവശ്യമായ ഒരു പൊട്ടൻഷ്യൽ നമ്മളുടെ ചുറ്റുഭാഗത്ത് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയില്ല. സുന്നത്തുകൾ ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അങ്ങനെ ജീവിക്കുന്നവർക്ക് അവരുടെ നടപ്പിലും ഇരിപ്പിലും കിടപ്പിലും എല്ലായിടത്തും അള്ളാഹുവിൻ്റെ സാന്നിധ്യം അവർക്ക് അനുഭവപ്പെടാൻ കഴിയും. അവരുടെ കൈകളിൽ, പ്രവർത്തനങ്ങളിൽ, സഞ്ചാരങ്ങളിൽ, സംസാരങ്ങളിൽ ഒക്കെ അവരുടെ ശരീരമാകില്ല അത് ചെയ്യുന്നത്. അവരുടെ കണ്ണിന് അള്ളാഹു നിയന്ത്രിക്കും, കാതിന് അള്ളാഹു നിയന്ത്രിക്കും. മനുഷ്യനൊരിക്കലും മനുഷ്യൻ്റെ അവയവങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മളതിനെ അള്ളാഹുവിനുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ബന്ധിതമാക്കി വെക്കണം. അപ്പോൾ മാത്രമാണ് അതിൻ്റെ ആ ബന്ധിതമാക്കാനുള്ള വഴിയാണ് സുന്നത്തുകളെ പതിവാക്കുക എന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.